ഹലോ, ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി പഴംപൊരിൻ്റെ റെസിപ്പിയാണ് കേട്ടോ പറയുന്നത്. അപ്പം അതിനാദ്യം തന്നെ ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 250 ml, അതായത് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. 1/2 കപ്പ് ഇഡ്ഡലി മാവോ അല്ലെങ്കിൽ ദോശമാവോ ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, നമ്മൾ 3 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നതിന് ശേഷം നമ്മൾ ഇതിലേക്കൊരു 1 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. അതായത് സാധാരണ നോർമൽ വെള്ളമാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇതേപോലെ കുറച്ചായിട്ട് മിക്സ് ചെയ്തിട്ട് സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം നിങ്ങളെ മാവിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. കാരണം ഓവർ ഇത് ലൂസ് ആവാനോ അല്ലെങ്കിൽ ഓവർ ടൈറ്റ് ആവാനോ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഈ ഒരു റെസിപ്പി പറയാൻ കാരണം നമ്മളിത് ഈ ഒരു പഴംപൊരിയാണ് നമ്മൾ ഹോട്ടലും അതുപോലെ തന്നെ ബേക്കറിയിലൊക്കെ ഓർഡറിനനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ വൈകുന്നേരമൊക്കെ ആകുമ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം എല്ലാവരുടെ വീട്ടിലും രാവിലെ ദോശയൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പം ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഇത് എങ്ങനെയാണ് നമ്മൾ പഴംപൊരിയിലേക്ക് ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് ഉണ്ടാവും ചെയ്യേണ്ടത് കേട്ടോ. ഇനി പഴം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം മാക്സിമം 2 മണിക്കൂർ വെക്കാൻ നോക്കുക. ഇനി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഇതേപോലെ നല്ലപോലെ മിക്സ് ചെയ്യുക കേട്ടോ. ഇതിൽ നമ്മളിപ്പോൾ അപ്പക്കാരോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല. അപ്പം ഇത് 2 മണിക്കൂർ നല്ലോണം മൂടി വെച്ചതിന് ശേഷം ഈ ഒരു രീതിയിലായത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ രാവിലെ തന്നെ നമുക്ക് വൈകുന്നേരത്തേക്കുള്ള ചായക്കടി രാവിലെ തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്യാം. പിന്നെ നമ്മളിതാ ഓയിൽ ചൂടാക്കി അതിലേക്ക് ഓരോ പഴംപൊരി ഈ ഒരു ബാറ്ററിലേക്ക് മുക്കിയിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു സിമ്പിൾ റെസിപ്പി അല്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മധുരം കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ബേക്കിംഗ് സോഡ ചേർക്കാത്തവർക്കാണ് നമ്മൾ ഈ 2 മണിക്കൂർ വെയിറ്റിംഗ് പറയുന്നത് കേട്ടോ. നമ്മൾ ഹോട്ടലിലേക്ക് അതേപോലെ തന്നെ ബേക്കറീസിലൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ 8 രൂപക്കാണ് നമ്മൾ ഈ ഒരു കടി സെയിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓർഡേഴ്സ് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ എത്രയാണോ റേറ്റ് ആ ഒരു റേറ്റിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു മെഷർമെൻറ്റിന് ഡബിളാക്കി കൊടുത്താൽ മതി കേട്ടോ. ഇപ്പം നമ്മൾ 5-6 പഴം ഈ ഒരു ബാറ്ററിൽ കറക്റ്റാണ്. അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, അതായത് ഓർഡേഴ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു റെസിപ്പീൻ്റെ ഡബിളാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പം എന്തായാലും നമ്മൾ വീട്ടിലൊക്കെ ഇരിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓർഡേഴ്സൊക്കെ പിടിച്ചിട്ട് ഒരു പണിയൊന്നും ഇല്ലല്ലോ. തലേദിവസം മാവൊക്കെ സെറ്റ് ചെയ്യുക. എന്നിട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, എത്രയാണോ നമുക്ക് ഓർഡേഴ്സ് ഉള്ളത് അതിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ സ്ത്രീകളാണെന്ന് വെച്ചിട്ട് നമ്മൾ ഒതുങ്ങി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നമുക്കൊരു ഏണിങ്സ് ഉണ്ടാക്കാം. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ നമ്മൾ ആവശ്യങ്ങൾക്കൊന്നും നമ്മൾ മറ്റുള്ളവരെ കൈ നീട്ടാതെ തന്നെ ഇതുപോലത്തെ ചെറിയ പരിപാടികളൊക്കെ ചെയ്താൽ നമുക്കും ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാനിതാ എൻ്റെ അനിയൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തു. അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. അപ്പം എല്ലാവരും ഈ ഒരു പഴംപൊരിൻ്റെ റെസിപ്പി ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ ഒന്ന് സെയിൽ ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.